Good morning. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞു അല്ലെ. ഇനി നെക്സ്റ്റ് നമ്മൾ ഇന്ന് നോക്കുന്ന പുതിയ ചാപ്റ്റർ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. തേർഡ് മൊഡ്യൂളിലോ 13ാമത്തെ ചാപ്റ്റർ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ ആരെങ്കിലും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 119 119. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു ഇതിന് റിലേറ്റ് ചെയ്ത് തന്നെ 2-3 ചാപ്റ്റർ നമുക്ക് പഠിക്കാണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, റെസ്പോൺസിബിലിറ്റി പഠിക്കാണ്ട്, ആൻഡ് ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇതിനെ റിലേറ്റ് ചെയ്ത് തന്നെ 2 ചാപ്റ്റർ കൂടെ എക്സ്ട്രാ നമുക്ക് പഠിക്കാണ്ട്. അപ്പോ എന്താണ് നമുക്കറിയാം, നിങ്ങൾക്ക് എന്താ പറയാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. എന്താ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്? സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ അല്ലെ, അതല്ലേ ഹോസ്പിറ്റൽ ഭരണം എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്ന എന്താണ്? ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ളത് അല്ലെ, ഓവറോൾ മാനേജ്മെന്റ് ആണ്. എല്ലാ കാര്യങ്ങളുടെയും മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. They ensure that hospital administrators or hospital administration ensure that hospital runs smoothly and provide a high quality healthcare services. നല്ലൊരു ഗുണമേന്മയോടുകൂടി ഹോസ്പിറ്റലിലെ ഫങ്ഷൻസ് സ്മൂത്ത് ആയിട്ട് നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെ അതാണ് ആ ഒരു മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചു എന്താ പറയാ ഹോസ്പിറ്റലിൽ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് അല്ലെ. ഓവറോൾ മാനേജ്മെന്റ് ആണ് അവിടെ ഹോസ്പിറ്റലിൽ എല്ലാ കാര്യങ്ങളും. അപ്പൊ അത് എന്താ പറയാ നമ്മളിപ്പോ ഓരോ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ നടക്കുന്ന ഡെയിലി ഉള്ള എല്ലാത്തിന്റെയും ഓവറോൾ മാനേജ്മെന്റ്, അതാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ പറയാം കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഓഫ് ഓവറോൾ മാനേജ്മെന്റ്. ഓക്കെ, ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് നോക്കാം കേട്ടോ. ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് തന്നേക്കുന്നത്. Administer originated from the Latin word add and minister. M-I-N-I-S-T-I-A-R-E. Minister. M-I-N-I-S-T-I-A-R-E. ആ സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്തോ കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കിയേ. എന്നാണ് സ്പെല്ലിംഗ് ഞാൻ പറഞ്ഞത്. അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ വേർഡ് ഒറിജിനേറ്റ് ചെയ്തത്, അഡ്മിനിസ്റ്റർ എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്ത ലാറ്റിൻ വേർഡ്സിൽ നിന്നാണ്. ഏതൊക്കെയാണ്? ആഡ് ആൻഡ് മിനിസ്റ്റർ. M-I-N-I-S-T-I-A-R-E. S-T-I-A-R-E. What is the meaning? The add and minister. The Latin word in the meaning എന്താണ് നോക്കിയേ? To care for എന്നാണ്. To care for പരിപാലിക്കുന്നവര് അല്ലെ, കെയർ ചെയ്യുന്നവര്. To care for or to look after people, അല്ലെങ്കിൽ ആളുകളെ നോക്കാണ്. എന്തിനു വേണ്ടിയാ? To manage affairs. Affairs എന്ന് പറഞ്ഞാൽ കാര്യങ്ങള്, അതായത് ആളുകളുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി ആളുകളെ നോക്കുന്നത് അല്ലെങ്കിൽ അവരെ പരിപാലിക്കുന്നത്. ആ ഒരു മീനിങ് ആണ് ഏത്? ആഡ് ആൻഡ് മിനിസ്റ്റർ അല്ലെ. അതിന്റെ ആ ഒരു ലാറ്റിൻ വേർഡിന്റെ മീനിങ് ആണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിന് 2 കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്. അഡ്മിനിസ്റ്റർ എന്ന് പറഞ്ഞ വേർഡ് ഒറിജിനേറ്റ് ചെയ്തത് ലാറ്റിൻ വേർഡ്സ് ആഡ് ആൻഡ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്നാണ് അഡ്മിനിസ്റ്റർ എന്ന വാക്ക് എന്ന ഒരു വേർഡ് ഒറിജിനേറ്റ് ചെയ്തത്. വാട്ട് ഇസ് ദ മീനിങ്? ഇനി അതിന്റെ മീനിങ് എന്താണ്? ടു കെയർ ഫോർ ഓർ ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ, ടു മാനേജ് അഫയേഴ്സ്. അവരുടെ കാര്യങ്ങള്, ആളുകളുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പരിപാലിക്കുക അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ്, അല്ലെങ്കിൽ അവരെ നോക്കുക എന്നുള്ളതൊക്കെയാണ് ആ വേർഡിന്റെ മീനിങ് പറയുന്നത് കേട്ടോ. 2ഉം അണ്ടർലൈൻ ചെയ്തിടാം. നെക്സ്റ്റ് നോക്കിയേ. അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ് കോപ്പറേറ്റിംഗ് ടു ഫുൾഫിൽ കോമൺ ഗോൾസ്. ഹെർബർട്ട് എ സൈമൺ. 2 വ്യക്തികള് ഈ അഡ്മിനിസ്ട്രേഷനെ ഡിഫൈൻ ചെയ്തേക്കുന്നതാണ് കേട്ടോ.
അതൊരു എന്താണ് വാട്ട് ഈസ് അഡ്മിനിസ്ട്രേഷൻ, എന്താണ് അഡ്മിനിസ്ട്രേഷൻ? ഇപ്പൊ ഹെർബർട്ട് എ സൈമൺ ഈ അഡ്മിനിസ്ട്രേഷന് എന്താ പറയാ ഡിഫൈൻ ചെയ്തേക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ആ ഒരു സെന്റൻസ് തന്നിട്ട് അത് ആര് കൊടുത്തതാണോ അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ ആയിട്ട് നമുക്ക് അതിന്റെ എന്താണ് ആര് കൊടുത്ത ഡെഫിനിഷൻ ആണോ എന്തെങ്കിലും ചോദിക്കാം. ഡെഫിനിഷൻ ബൈഹാർട്ട് ചെയ്യണ്ട, അത് കണ്ടു കഴിഞ്ഞാൽ ആരുടെ ഡെഫിനിഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഈ ഹെർബർട്ട് എ സൈമൺ അദ്ദേഹം എന്താണ് ഈ അഡ്മിനിസ്ട്രേഷനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ് കോപ്പറേറ്റിംഗ് ടു ഫുൾഫിൽ കോമൺ ഗോൾ. എന്തിനു വേണ്ടിയാ? ഒരു പൊതുവായ ലക്ഷ്യം, ഒരു കോമൺ ഗോള് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി, പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഒരു പ്രവർത്തനമാണ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹെർബർട്ട് എ സൈമൺ അഡ്മിനിസ്ട്രേഷന് കൊടുത്ത ഡെഫിനിഷൻ ആണ് എന്താ? ഒരു പൊതുവായ ലക്ഷ്യങ്ങള്, കോമൺ ഗോൾസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സഹകരിക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ പ്രവർത്തനമാണ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഗ്രൂപ്പ്. അല്ലാതെ ഒരാൾ വിചാരിച്ച നടക്കുന്ന കാര്യമാണോ? ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. എന്തിനു വേണ്ടിയാ? ഒരു കോമൺ ഗോള് ഫുൾഫിൽ ചെയ്യാൻ. മനസ്സിലായോ? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ എന്താണ്? ഈസ് ദ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ്. ഒരു പൊതുവായ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി കോപ്പറേറ്റ് ചെയ്യുന്ന, സഹകരിക്കുന്ന ഗ്രൂപ്പുകളുടെ പ്രവർത്തനമാണ് അഡ്മിനിസ്ട്രേഷൻ. ആര് കൊടുത്തതാണ്? ഹെർബർട്ട് എ സൈമൺ. അണ്ടർലൈൻ ചെയ്തോട്ടോ. ആ ഒരു ഡെഫിനിഷൻ തരും, എന്നിട്ട് അത് ആര് കൊടുത്തതാണ് എന്നുള്ളത് ചോദിക്കാം. നെക്സ്റ്റ് നോക്കിയേ, ലൂതർ ഗള്ളിക്ക് അഡ്മിനിസ്ട്രേഷന് കൊടുത്ത ഡെഫിനിഷൻ എന്താണ്? Administration has to do getting things done with the fulfillment of objectives already defined. എന്താ പറഞ്ഞേക്കുന്നത്? It is the fulfillment of fulfill ചെയ്യാന്ന് വെച്ചാ ഫുൾഫിൽ ചെയ്യാൻ നിർവഹിക്കുക എന്നുള്ളത് കേട്ടോ. ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി ഡിഫൈൻഡ്. അതെന്താ പറഞ്ഞേക്കുന്നത്? ഇതിനകം ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ള, ഇതിനകം നിർവചിച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങളുടെ ഒരു പൂർത്തീകരണത്തോടു കൂടിയാണ് ഭരണകാര്യങ്ങൾ ചെയ്യേണ്ടത്. കണ്ടോ? ആ ഭരണകാര്യങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇതിനകം ഓൾറെഡി അവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ലക്ഷ്യങ്ങള് അതിന്റെ പൂർത്തീകരണത്തോടെയാണ്, ഫുൾഫിൽ ചെയ്യുന്നതോടെയാണ് എന്ത് ഈ ഭരണകാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ലൂതർ ഗള്ളിക്ക് അഡ്മിനിസ്ട്രേഷന് ഡിഫൈൻ ചെയ്തേക്കുന്നത്. കണ്ടോ? Administration has to do getting things done with the fulfillment of objectives already defined. Okay, അപ്പൊ രണ്ട് ഡെഫിനിഷനും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആ ഡെഫിനിഷൻ തരും, എന്നിട്ട് അത് ആര് കൊടുത്തതാണെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യുക കേട്ടോ. ഡെഫിനിഷനായിട്ട് എഴുതൂല, അല്ല നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കൂല. അല്ലെങ്കിൽ ഡാഷ് ഈസ് ദ ആക്ടിവിറ്റീസ് അങ്ങനെയും ചോദിക്കാം കേട്ടോ. ഡാഷ് ഈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് എ ഗ്രൂപ്പ് കോപ്പറേറ്റിംഗ് ടു ഫുൾഫിൽ കോമൺ ഗോൾസ്. അവിടെ എന്താ? അഡ്മിനിസ്ട്രേഷൻ. രണ്ട് രീതിയിൽ ചോദ്യം ആ ഒരു രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്ലിയർ ആണോ? ഒന്നില്ലെങ്കിൽ അവിടെ ഡാഷ് ഇട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ആ ഡെഫിനിഷൻ തന്നിട്ട് അവിടെ ആര് കൊടുത്തതാണ്, ആര് കൊടുത്ത ഡെഫിനിഷൻ ആണെന്ന് ചോദിക്കാം. ഇനി നെക്സ്റ്റ് നോക്കിയേ, തേർഡ് പാരഗ്രാഫ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഗവേണൻസ് ഓഫ് ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. ഇതാണ് ഗവേണൻസ് എന്ന് വെച്ചാൽ ഭരണം. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു ബിസിനസ് എന്ന നിലയിൽ ഹോസ്പിറ്റലിന്റെ ഭരണമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അല്ലെ? ഹോസ്പിറ്റലിന്റെ കാര്യങ്ങള് അവിടുത്തെ ഓവറോൾ മാനേജ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞു. അതായത് ആ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങള് അതിന്റെ ഭരണമാണ് ഏത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അണ്ടർലൈൻ ചെയ്തോട്ടോ. Hospital administration is the governance of the hospital. ഹോസ്പിറ്റലിന്റെ ഭരണമാണ് hospital administration. Administration is made up of many healthcare managers and executives who handle individual department. ഇനി administration എന്ന് പറയുന്നത് ആരൊക്കെ അതിനകത്ത് വരുന്നേ? Administration is made up of എന്തുകൊണ്ടൊക്കെയാ? ഹെൽത്ത് കെയർ മാനേജേഴ്സ്. അല്ലെ? ധാരാളം ഹെൽത്ത് കെയർ മാനേജേഴ്സും എക്സിക്യൂട്ടീവ്സും
ഓരോ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന എക്സിക്യൂട്ടീവ്സും ധാരാളം ഹെൽത്ത് കെയർ മാനേജേഴ്സും ഉൾപ്പെടുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ. Administration is made up of many healthcare managers and executives. അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. അതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. Then there are in charge of all the administrative and management function of the respective ഡിപ്പാർട്ട്മെന്റ്. ആ അഡ്മിനിസ്ട്രേഷൻ അവർക്കാണ് ആ ഇൻചാർജ് അല്ലെ. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ഇൻചാർജ് ഉണ്ട് എന്ത്, ഓൾ ദ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജ്മെന്റ് ഫംഗ്ഷൻ ഓഫ് ദ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അതിനോട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളും അവിടുത്തെ മാനേജ്മെന്റ് പ്രവർത്തനങ്ങളും അല്ലെ, മാനേജ്മെന്റ് പ്രവർത്തനങ്ങളുടെയും ചുമതല അവർക്കാണ്. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അല്ലെങ്കിൽ അതിനകത്ത് ഉൾപ്പെടുന്ന ഹെൽത്ത് കെയർ മാനേജേഴ്സും അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് അല്ലെ, അവർക്കാണ് ആ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ഫംഗ്ഷന്റെ ഇൻചാർജ് എന്ന് പറയുന്നത്. ഇൻചാർജ്, they are in charge of all the administrative and മാനേജ്മെന്റ് ഫംഗ്ഷൻസ്. കേട്ടോ, അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിലും മാനേജ്മെന്റ് ഫംഗ്ഷൻസ് മാനേജ്മെന്റ് പ്രവർത്തനങ്ങളുടെയും ഇൻചാർജ് അവർക്കാണ്. ആർക്ക്? ഹെൽത്ത് കെയർ മാനേജേഴ്സ്, എക്സിക്യൂട്ടീവ്സ്, അവർ ഉൾപ്പെടുന്നത് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഇനി നോക്കിയേ നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ. അപ്പൊ അതിനകത്ത് രണ്ട് സെന്റൻസ് നോട്ട് ചെയ്തിടണം കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ ഒരു ഭരണമാണ്. ഈ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് ആരൊക്കെയാണ് അതിനകത്തുള്ളത്? ഇൻക്ലൂഡ് ഹെൽത്ത് കെയർ മാനേജേഴ്സും എക്സിക്യൂട്ടീവ്സും. ഓക്കെ, അടുത്ത നോക്കിയ നെക്സ്റ്റ് പാരഗ്രാഫ്. The duties of the administrator differ with the size and complexity of the hospital. ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി വ്യത്യാസപ്പെടാം. അതായത് എല്ലാ ഹോസ്പിറ്റലിലും ഒരേ ഡ്യൂട്ടി ആവണമെന്നില്ല, അതിൽ നേരിയ വ്യത്യാസങ്ങൾ വരാം. ഈ ഹോസ്പിറ്റലില് ഒരു ഹോസ്പിറ്റലില് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആള് വേറെ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ അതേ സെയിം ഡ്യൂട്ടീസ് തന്നെ ആവണമെന്നില്ല, അതിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരാം. The duty of the administrator differ എന്തനുസരിച്ചാണ്? സൈസ്, ആ ഹോസ്പിറ്റലിന്റെ വലിപ്പം അനുസരിച്ച്. കോംപ്ലക്സിറ്റി എന്ന് വെച്ചാൽ സങ്കീർണത. കോംപ്ലക്സിറ്റി, സങ്കീർണത. ഹോസ്പിറ്റലിന്റെ വലിപ്പവും ആ ഹോസ്പിറ്റലിന്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച് ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി വ്യത്യാസപ്പെടാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ് കേട്ടോ, ചോദിച്ച ക്വസ്റ്റ്യൻ ആണത്. The duty of the administrator differ with the dash and the dash of the hospital. എന്തൊക്കെയാ? Size and complexity of the hospital. Underline ചെയ്ത sentence. First sentence. Okay, underline ചെയ്ത. ഇനി നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് സെന്റൻസ് എന്താ? അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ കോണ്ടാക്ട് ബിറ്റ്വീൻ ഹോസ്പിറ്റൽ ബോർഡ്സ്, അതർ അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് മെഡിക്കൽ സ്റ്റാഫ്. ഓക്കെ, ഇനി ഈ അഡ്മിനിസ്ട്രേറ്റർമാര് ആരൊക്കെ തമ്മിലൊരു ബന്ധം വേണം, ഒരു കോണ്ടാക്ട് വേണം? ഹോസ്പിറ്റൽ ബോർഡുകൾ തമ്മിൽ ഒരു ബന്ധം വേണം, മറ്റുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സുമായിട്ട് ഒരു ബന്ധം വേണം, ആൻഡ് മെഡിക്കൽ സ്റ്റാഫുമായിട്ടൊക്കെ അവർക്ക് നല്ലൊരു കോണ്ടാക്ട് വേണം. എങ്കിലല്ലേ സ്മൂത്ത് ആയിട്ട് ഹോസ്പിറ്റലിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. നമ്മൾ ആരുമായിട്ട് ഒരു റിലേഷൻ ഇല്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ ഒപ്പം തന്നെ നിൽക്കുന്ന മറ്റുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സുമായിട്ട്, ഹോസ്പിറ്റലിലെ ബോർഡുകളുമായിട്ട്, അതുപോലെ മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ടൊക്കെ നല്ലൊരു കോണ്ടാക്ട്, നല്ലൊരു സമ്പർക്കം വേണം. ആർക്ക്? അഡ്മിനിസ്ട്രേറ്റർക്ക്. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത ആ സെന്റൻസ് കൂടി. കോണ്ടാക്ട് ബിറ്റ്വീൻ ഹോസ്പിറ്റൽ ബോർഡ്സ്, അതർ അഡ്മിനിസ്ട്രേറ്റീവ്സ് ആൻഡ് മെഡിക്കൽ സ്റ്റാഫ്, ഇവരുമായിട്ടൊക്കെ നല്ലൊരു കോണ്ടാക്ട് വേണം അഡ്മിനിസ്ട്രേറ്റർമാർക്ക്. They organize hospital activities and prepare its overall policies. Full stop എന്നിട്ട് അവിടെ overall policies. അപ്പോ ഇവിടെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ, who organize the hospital activities and prepare its overall policy? ആരാണ് ഓർഗനൈസ് ചെയ്യുന്നത്? ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ.
അഡ്മിനിസ്ട്രേറ്റർ ആണ് ഓർഗനൈസ് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് എങ്ങനെയൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത് ആൻഡ് പ്രിപ്പയർ ഇറ്റ്സ് ഓവറോൾ പോളിസി. ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള പോളിസികള്, നിയമങ്ങള്, കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് ഒക്കെ ഓർഗനൈസ് ചെയ്യേണ്ടത് ആരാണ്? സംഘടിപ്പിക്കുക. ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ സംഘടിപ്പിക്കുക അല്ലെ. അപ്പൊ അതൊക്കെ സംഘടിപ്പിക്കുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അതൊരു വലിയൊരു ഉത്തരവാദിത്തമാണ് നമുക്ക്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നമുക്കൊരു ജോലി കിട്ടുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ മൊത്തത്തിലുള്ള കാര്യങ്ങള് നമ്മൾ അതിന്റെ ഒരു മേൽനോട്ടാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ അതിന് പല അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും. അത് ഓരോരുത്തർക്കും ഓരോ സെക്ഷൻ തിരിച്ചോ അങ്ങനെയൊക്കെ ആയിരിക്കും. എങ്കിൽ പോലും എന്താണ് ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളെയും സംഘടിപ്പിക്കുക എന്നുള്ളൊരു വലിയൊരു ഉത്തരവാദിത്തമാണ് അവർക്കുള്ളത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. അവിടെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഹു ഓർഗനൈസ് ഹോസ്പിറ്റൽ ആക്ടിവിറ്റീസ് ആൻഡ് പ്രിപ്പയർ ഇറ്റ്സ് ഓവറോൾ പോളിസീസ്. ആരാണ് ഓർഗനൈസ് ചെയ്യേണ്ട ആളാരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അണ്ടർലൈൻ ചെയ്തോ സെന്റൻസ്. Then some administrators are in charge of hearing doctors and other staff, carrying out employees evaluation and directing staff meeting. ഇനി ചില അഡ്മിനിസ്ട്രേറ്റർക്ക് എന്തുണ്ട്? ആർ ഇൻ ചാർജ് ഓഫ് ഹിയറിംഗ് ഡോക്ടേഴ്സ് ആൻഡ് അതർ സ്റ്റാഫ്. ഡോക്ടർമാരെ അതുപോലെ മറ്റുള്ള സ്റ്റാഫുകളിലേക്ക് ഹിയർ ചെയ്യുക എന്ന് വെച്ചാൽ അവരെ നിയമിക്കുക അല്ലെ. അവരെ നിയമിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം, ഒരു ഇൻചാർജ് ഉണ്ട്. അതാ ഞാൻ പറയാം വ്യത്യാസപ്പെടുന്നു. ഓരോ ഹോസ്പിറ്റലിലും അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഒക്കെ ഡ്യൂട്ടി വ്യത്യാസപ്പെടാം. ചില അഡ്മിനിസ്ട്രേറ്റർമാർക്ക് എന്തിനുള്ള അധികാരം ഉണ്ടാവുക, എന്തിനുള്ള ഇൻചാർജ് ഉണ്ട്? ഡോക്ടർമാരെയും മറ്റുള്ള സ്റ്റാഫുകളെയും ഒക്കെ നിയമിക്കാനുള്ള ഒരു ഇൻചാർജ് ഉണ്ട് അവർക്ക്. Then carry out employees evaluation. എംപ്ലോയീസിനെ ഇവാലുവേറ്റ് ചെയ്യുക, അവിടുത്തെ സ്റ്റാഫുകളെ ഇവാലുവേറ്റ് ചെയ്യുക. പിന്നെ ആൻഡ് ഡയറക്റ്റിംഗ് സ്റ്റാഫ് മീറ്റിംഗ്. സ്റ്റാഫ് മീറ്റിങ്ങുകൾ നയിക്കുക. ഡയറക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നയിക്കുക. സ്റ്റാഫ് മീറ്റിങ്ങുകൾ നയിക്കാനൊക്കെ ഉള്ള ഒരു ഇൻചാർജ് ചില അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഉണ്ട്. അപ്പൊ അത് ചോദിക്കാം കേട്ടോ. ഇതിന് ഓരോന്ന് എടുത്ത് ചോദിക്കാം. അഡ്മിനിസ്ട്രേറ്റേഴ്സിന് വരുന്ന ഇൻചാർജ് എന്താ? ഡോക്ടർമാരെയോ അല്ലെങ്കിൽ സ്റ്റാഫുകളോ ഹിയർ ചെയ്യാൻ നിയമിക്കാനുള്ള ഒരു ഇൻചാർജ് ഉണ്ട്. എംപ്ലോയീസിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള, അവരുടെ ഇവാലുവേഷൻ ചെയ്യാനുള്ള ഒരു ചാർജ് ഉണ്ട്. സ്റ്റാഫ് മീറ്റിങ്ങുകൾ ഡയറക്റ്റ് ചെയ്യാനായിട്ട് അല്ലെ, നയിക്കാനുള്ള ഒരു ഇൻചാർജ് ഉണ്ട്. അത് മൂന്നും അണ്ടർലൈൻ ചെയ്തോ. നെക്സ്റ്റ് അടുത്ത് നോക്കിയേ. ദേ ഓൾസോ ബി അക്കൗണ്ടബിൾ ഫോർ. പിന്നെ വേറൊരു ഉത്തരവാദിത്വം ഉണ്ട്. അക്കൗണ്ടബിൾ ഉത്തരവാദിത്വം ഉണ്ട്. എന്താ? ഫോർ ദ ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻ ആൻഡ് ഫണ്ട് റൈസിംഗ് പ്രോഗ്രാം. അപ്പൊ ഇനി എന്താ മറ്റൊരു ഉത്തരവാദിത്തം പറഞ്ഞേക്കുന്നത്? ഹോസ്പിറ്റലിലെ പബ്ലിക് റിലേഷൻ, പബ്ലിക്കുമായിട്ട് നല്ലൊരു ബന്ധം അല്ലെ, പബ്ലിക് റിലേഷൻ ഉള്ള ഉത്തരവാദിത്വം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ്? ഫണ്ട് റൈസിംഗ് പ്രോഗ്രാം. ഹോസ്പിറ്റലിലെ ഫണ്ടില്ലേ, അതാണ് ധനസമാഹരണ ഈ പ്രോഗ്രാമുകൾ. ഹോസ്പിറ്റലിലേക്ക് വേണ്ട ഫണ്ട് അല്ലെ, ഫണ്ടുകള് അതിന് വേണ്ടിയിട്ടുള്ള വല്ല പ്രോഗ്രാമുകൾ ഹോസ്പിറ്റലിലേക്ക് ഫണ്ട് ഇതിന് എല്ലാ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ഹോസ്പിറ്റലിലെ പബ്ലിക് റിലേഷനും ഫണ്ട് റൈസിംഗ് പ്രോഗ്രാംസ് ഇതിനൊക്കെ ഉള്ള ഉത്തരവാദിത്വവും അവർക്കുണ്ട്, അഡ്മിനിസ്ട്രേറ്റർമാർക്കുണ്ട്. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. എല്ലാം അവർക്കുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറഞ്ഞേക്കുന്നത്. Since the administrator develop program for teaching and research hospital. പിന്നെ എന്താ പറഞ്ഞേക്കുന്നേ? Since the administrator develop program. അവര് അതുകൊണ്ട് എന്ത് ചെയ്യണം? ചില പ്രോഗ്രാമുകൾ നടത്തണം. ആർക്ക്? For teaching and research hospital. ഹോസ്പിറ്റലിലെ റിസർച്ചുകളൊക്കെ നടത്താനായിട്ട് കേട്ടോ. റിസർച്ചുകൾ നടത്താൻ, അതുപോലെ ടീച്ചിങ് പ്രോഗ്രാമുകൾ ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. They have to keep up with the latest advance in medicine. എന്ത് വേണം അവർക്ക്? ഇപ്പൊ മെഡിസിനിലുള്ള പുതിയ മുന്നേറ്റങ്ങളില്ലേ, പുതിയ അഡ്വാൻസ് അങ്ങനെയുള്ള ഇപ്പൊ മെഡിസിനിൽ റീസെന്റ് ആയിട്ട് വന്ന മുന്നേറ്റങ്ങള് അതൊക്കെ നിലനിർത്താനുള്ള ഒരു ഉത്തരവാദിത്വം അവരത്. അതായത് ഇപ്പൊ നമ്മൾ എപ്പോഴും പണ്ടത്തെ ഒരു സിസ്റ്റം വെച്ചോണ്ടിരുന്നാൽ മതിയോ? ഇപ്പൊ പുതിയ കണ്ടുപിടുത്തങ്ങൾ കാര്യങ്ങൾ വരുമ്പോൾ ആ മെഡിസിനില് അത് കൊണ്ടുവരണം അല്ലേ, അത് കീപ്പ് ചെയ്യണം അവര്.
അപ്പൊ ഹോസ്പിറ്റൽ അത് കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ ഒരു മെഡിസിനില് ഏറ്റവും പുതിയ മുന്നേറ്റങ്ങള് അവര് അത് നിലനിർത്തേണ്ടതുണ്ട്. ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് വായിച്ച് ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഹോസ്പിറ്റലിൽ ചെയ്യണമെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോട്ടെ. ഇനി നോക്കിയേ നെക്സ്റ്റ് വരുന്നത്. ഇതിപ്പോ ഓരോന്ന് ഞാൻ അത് അണ്ടർലൈൻ ചെയ്യാൻ പറയല്ല. അതിനകത്തൊക്കെ നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഓർഗനൈസ് ഹോസ്പിറ്റൽ ആക്ടിവിറ്റീസ് ആൻഡ് പ്രിപ്പയർ ഇറ്റ്സ് ഓവറോൾ പോളിസി. അപ്പൊ ആരെഴുതും? നമുക്ക് അഡ്മിനിസ്ട്രേറ്റർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എഴുതാം. പിന്നെ ഹിയറിംഗ് ഡോക്ടേഴ്സിനെ നിയമിക്കാനോ സ്റ്റാഫിനെ നിയമിക്കാനോ അതിന് ചാർജ് ആരാന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ആ ഒരു സെന്റൻസ് നമുക്ക് അത് ആർക്കുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത് എന്തൊക്കെയാണ് ഉത്തരവാദിത്തം ഉള്ളത്, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ഒന്ന് ചോദിക്കാം. അപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നോക്കിയേ, ലാർജ് ഹോസ്പിറ്റൽസ് മെയിൻറ്റെയിൻ സെവറൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് മാനേജിങ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇനി വലിയ ഹോസ്പിറ്റൽ ആണെങ്കിലോ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ട് ആ ഹോസ്പിറ്റലിലെ മൊത്തം കാര്യം നടത്താൻ പറ്റുമോ? വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ എന്തുണ്ട്? അവിടെ കുറെ അഡ്മിനിസ്ട്രേറ്റർമാരുണ്ട്. കണ്ടോ? മെയിൻറ്റെയിൻ സെവറൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് അവരെ അസിസ്റ്റ് ചെയ്ത് കുറച്ച് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ എന്താ പറയാ, ഒരു ഏറ്റവും ടോപ്പിലുണ്ടാവും, അതിന്റെ കീഴിൽ അവരെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് വേറെ കുറച്ച് പേരെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും. മാനേജിങ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ? അപ്പൊ ഒരാൾക്ക് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് എന്താണ്, കുറെ അഡ്മിനിസ്ട്രേറ്റർമാരും അവരെ അസിസ്റ്റ് ചെയ്യുന്ന കുറച്ച് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്മാരും ഉണ്ടാവും. one administrator is in charge overall. അപ്പൊ അതില് ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും മൊത്തത്തിലുള്ള ഒരു ചാർജ്. മനസ്സിലായോ? അപ്പൊ അതില് ഏറ്റവും ടോപ്പില്, അതായത് മൊത്തത്തിലൊരു ചാർജ് ഒരു അഡ്മിനിസ്ട്രേറ്റർ. അവർക്കിടെ കീഴില് മറ്റുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഉള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് എന്തുണ്ട്, കുറച്ച് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്മാരും ഉണ്ടാകും. ഇത് സ്മോളർ ഹോസ്പിറ്റൽ. ഇനി ചെറിയ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലോ എന്താണ്, വൺ അഡ്മിനിസ്ട്രേറ്റർ മേ ബി ഇൻ ചാർജ് ഓഫ് നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്. ഇനി ഹോസ്പിറ്റൽ ചെറുതാണെങ്കിലോ എന്താണ്, അപ്പൊ അവിടെ എന്ന് പറഞ്ഞ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും ഇൻചാർജ്. ഏതാ? പല ഡിപ്പാർട്ട്മെന്റിന്റെയും കാര്യങ്ങൾ നോക്കുന്നത് അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. അദ്ദേഹത്തിന്റെ കീഴിൽ പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. അപ്പൊ പല ഡിപ്പാർട്ട്മെന്റിന്റെയും കാര്യങ്ങൾ നോക്കുന്നത് അവിടെ ചെറിയ ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്ററേ ഉണ്ടാവുള്ളൂ. ഓർ ഇവൻ ഓഫ് ദ എൻറ്റയർ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ആ മൊത്തത്തിലെ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരൊറ്റ അഡ്മിനിസ്ട്രേറ്ററേ ഉണ്ടാവുള്ളൂ. In this case, for example, the administrator may assess the budget for this department and give final approval to hearing recommendations. പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഈ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടുള്ള ബഡ്ജറ്റുകൾ വിലയിരുത്താനും അതുപോലെ തന്നെ നമുക്ക് ഓരോന്നിനേക്കും ആ ഒരു നിയമിക്കുന്നതിന്, അതിനെ ഓരോരുത്തരെ നിയമിക്കുന്നതിന് അപ്രൂവൽ കൊടുക്കാൻ, കണ്ടോ, അന്തിമമായിട്ടൊരു അനുമതി കൊടുക്കുകയും ചെയ്യാം. എന്താ പറഞ്ഞേക്കുന്നത് അവിടെ ബഡ്ജറ്റുകൾ അസസ് ചെയ്യാനും അതുപോലെ തന്നെ ഫൈനൽ ഹിയറിംഗ് റെക്കമെൻഡേഷൻസ്, നിയമന ശുപാർശയ്ക്ക് ഫൈനൽ അപ്രൂവ്മെന്റ് ചെയ്യാനും ഒക്കെ എന്തുണ്ട്, ആ ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് ആയിരിക്കും ചാർജ്. അതാ പറഞ്ഞേക്കുന്നത്. ചെറിയ ഹോസ്പിറ്റലിലാണെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തേക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റർ ബഡ്ജറ്റുകൾ അസസ് ചെയ്യണം, ആ ഹോസ്പിറ്റലിലെ ബഡ്ജറ്റുകൾ വിലയിരുത്തുകയും ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഹിയറിംഗ് റെക്കമെൻഡേഷൻ, നിയമന ശുപാർശയ്ക്കുള്ള ഫൈനൽ അപ്രൂവലും കൊടുക്കേണ്ടതും ആ അഡ്മിനിസ്ട്രേറ്റർ തന്നെയായിരിക്കും. ക്ലിയർ ആയോ? അത് ഇത്രയാണോ ശരിക്കും പറഞ്ഞ? വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ കുറെ അഡ്മിനിസ്ട്രേറ്റർമാരുണ്ടാവും അല്ലെ? അതില് ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും ഒരു ഓവറോൾ ചാർജ് വരുന്നത്. അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്തുകൊണ്ട് കുറെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാരുണ്ടാവും. എന്നുവെച്ചാൽ പല ഡിപ്പാർട്ട്മെന്റുകൾ മാനേജ് ചെയ്യണ്ടേ. അങ്ങനെ. ഇനി ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ഹോസ്പിറ്റൽ എൻറ്റയർ ഹോസ്പിറ്റൽ, കണ്ടോ, മൊത്തത്തിലുള്ള ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ, കൈകാര്യം ചെയ്യാനായിട്ട് ഒറ്റ അഡ്മിനിസ്ട്രേറ്ററേ ഉണ്ടാകുള്ളൂ.
അതിന് എക്സാമ്പിൾ ആണ് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റർ ബഡ്ജറ്റുകൾ കൈകാര്യം ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ആ ഹിയറിംഗ് റെക്കമെൻഡേഷൻ നിയമന ശുപാർശയ്ക്ക് ഫൈനൽ അപ്രൂവൽ കൊടുക്കുകയും ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണ് അത്രയും കാര്യങ്ങള്? അതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നേക്കണേ കേട്ടോ. ഇനി ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇനി അടുത്തത് ഇപ്പോഴും എക്സാമിന് ചോദിക്കുന്ന കേട്ടോ, ഷുവർ ആണ്, ഇമ്പോർട്ടന്റ് ആണ്, വളരെ വെരി ഇമ്പോർട്ടന്റ് എഴുതി വെച്ചോ. അതായത് പോസ്കോപ്പ് എന്ന് പറഞ്ഞ വേർഡിലെ ഓരോ ലെറ്റേഴ്സ് മിക്ക എക്സാമിനും ആദ്യം ചോദിക്കാണ്ട്, ഒരു പ്രാവശ്യം ഓ ചോദിക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം പി ചോദിക്കും, ഒരു പ്രാവശ്യം സി ചോദിക്കുകയാണെങ്കിൽ അടുത്തത് ആറായിരിക്കും. കണ്ടോ, ഇലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അഡ്മിനിസ്ട്രേഷന്റെ ഇലമെന്റ്സ്, ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതില് നമ്മളത് ഷോർട്ട് ചെയ്ത് പറഞ്ഞേക്കാണ് കേട്ടോ, ഒരു അബ്രിവേറ്റഡ് ഫോം പോലെ കൊടുത്തേക്കുന്നതാണ്. പോസ്കോഡ്, POSTCORB, പോസ്കോഡ്, പോസ്കോഡ് ഇലമെന്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അതിനെ കുറെ കാര്യങ്ങളെ ചുരുക്കി ഷോർട്ട് ഫോം ആക്കി എഴുതി വെച്ചേക്കാണ് പോസ്കോപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? ഇൻ പോസ്കോപ്പ് P stands for dash, അല്ലെങ്കിൽ ഇൻ പോസ്കോപ്പ് D dash for stands for dash, അല്ലെങ്കിൽ ചോദിക്കാം R stands for dash. അപ്പൊ അതിന്റെ ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കാം. പോസ്കോപ്പിലെ ഫസ്റ്റ് ലെറ്റർ P എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത്? പ്ലാനിങ്. P stands for planning. ഓ എന്താ പറയുന്നത്? ഓർഗനൈസിങ്. എസ് സ്റ്റാഫിങ്. ഡി ഡയറക്റ്റിംഗ്. സി കോർഡിനേറ്റിംഗ്. ദെൻ ആറ് റിപ്പോർട്ടിംഗ്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ബഡ്ജറ്റിംഗ്. കണ്ടോ, അതാണ് ഓരോ ലെറ്റേഴ്സും പറയുന്നത്. പി എന്തിനെയാണ്? പ്ലാനിങ്. നമുക്ക് ഡീറ്റെയിൽ നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ പറയാം. അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായോ? അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാൻ, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പോസ്കോപ്പിലെ ഏതെങ്കിലും ഒരു ലെറ്റർ തന്നിട്ട് അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ക്ലിയർ ആവുന്നില്ലേ? പറയണേ. ാണ് നമുക്ക് അതിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത്. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് ആ രീതിയിൽ പഠിച്ചു വെക്കാം അവിടെ നിന്ന്, അല്ലെ? പോസ്കോപ്പിലെ ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു? ഫസ്റ്റ് ലെറ്റർ ആണ് പി എന്ന് പറയുന്നത്. പി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പ്ലാനിങ്. അല്ലേ, നമുക്കൊരു പ്ലാനിങ് വേണ്ടേ എന്ത് കാര്യത്തിനും? നമ്മൾ വീട്ടിലാണെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ തോന്നുമ്പോ ചെയ്യല്ലോ, നമ്മളത് മുൻകൂട്ടി പ്ലാൻ ചെയ്യും, ഇല്ലേ? ഇപ്പൊ നമുക്ക് സാലറി കിട്ടി, മന്ത്ലി ലാസ്റ്റ് നമുക്ക് സാലറി കിട്ടി, അല്ലെങ്കിൽ നമുക്ക് അപ്പം നമ്മൾ ആ ഒരു സാലറി കിട്ടുമ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്യും, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ട്, ഇനി ഇത്ര രൂപ ഇതിന് വേണ്ടി ചെലവഴിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങാൻ ഇത്ര രൂപ, അല്ലെ? നമുക്കാണെങ്കിൽ ഒരു വീട് നടത്തിക്കൊണ്ട് പോകാനായിട്ട് നമുക്ക് പ്ലാനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ കിട്ടുന്ന കാശ് നമുക്ക് എത്ര രൂപ കിട്ടി, എത്ര ചെലവാക്കണം എന്നൊന്നും നമുക്കൊരു ബോധമില്ലാതെ അല്ലെങ്കിൽ ഒരു പ്ലാൻ ചെയ്യാതെ നമുക്ക് എന്താ പറയാ, അത് കറക്റ്റ് അല്ല. നമ്മുടെ കയ്യിലുള്ള പൈസ അനുസരിച്ച് നമ്മൾ അവിടുത്തെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്തുകൊണ്ട് പോകണം, അല്ലേ? നമുക്ക് വലിയ കടമൊന്നും ഇല്ലാത്ത രീതിയിലൊക്കെ. അപ്പൊ ഒരു ചെറിയ വീട്ടിലെ കാര്യങ്ങള് നമ്മൾ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ കാര്യമാകുമ്പോഴോ കണ്ടോ. അപ്പൊ പ്ലാനിങ് എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ഒരു എലമെന്റ് ആണ് പ്ലാനിങ്. ഓക്കെ, പ്ലാനിങ് എന്താ? പ്ലാനിങ് എന്ന് പറയുന്നത് എന്താ? പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്യും. ഇന്ന് വൈകുന്നേരം നമുക്ക് ഷോപ്പിങ്ങിന് പോകാം, നമ്മളൊന്ന് പ്ലാൻ ചെയ്തു വെച്ചു. അല്ലെങ്കിൽ വൈകുന്നേരം നമുക്ക് സിനിമയ്ക്ക് പോകാം, നമ്മൾ പ്ലാൻ ചെയ്തു വെച്ചു. എന്താ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി നമ്മളത് ആസൂത്രണം ചെയ്യുകയാണ്, അല്ലെ? ആസൂത്രണം ചെയ്യാന്നല്ലേ പ്ലാനിങ് പറയണേ? മലയാളം ആസൂത്രണം ചെയ്യുക. ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. എന്താണെന്ന് വെച്ചാൽ പ്ലാനിങ്. പ്ലാനിങ് ഇസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ്. കണ്ടാ, നമ്മൾ ചിന്തിക്കുകയാണ് എന്തിനെ? അബൌട്ട് ദ ആക്ടിവിറ്റീസ് നീഡഡ് ടു ഗെയിൻ എ ഡിസൈർഡ് ഗോൾ. ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു ലക്ഷ്യം, നമുക്ക് എന്താ ലക്ഷ്യം? നമുക്കൊരു ചുരിദാർ മേടിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു സാരി മേടിക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം, അല്ലെ? അപ്പൊ അത് നേടിയെടുക്കാൻ, ആഗ്രഹിച്ച ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രോസസ്സാണ് പ്ലാനിങ്, അല്ലെ? നമ്മൾ ആദ്യം തന്നെ നമുക്കൊരു ലക്ഷ്യമുണ്ട് നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയാണെങ്കിൽ സിനിമ കാണണം. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ആഗ്രഹിച്ച ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? ഇനിയിപ്പോ ആരുടെ കൂടെയാണ് പോകേണ്ടത്?
പ്രീതിയോട് ചോദിക്കാം, പ്രീതി വൈകുന്നേരം ഒന്ന് സിനിമയ്ക്ക് പോകാൻ വരുമോ? നമ്മളത് പ്ലാനിങ്ങിന്റെ ഭാഗമല്ലേ. എനിക്ക് സിനിമ കാണണം, അതാണ് എന്റെ മനസ്സിലുള്ള ഒരു ഗോൾ എന്ന് പറയുന്നത്. അതിനു വേണ്ടി ഞാൻ എന്താ പ്രീതിനെ കൂട്ടുപിടിക്കും അല്ലെ. അപ്പൊ ഞാൻ അത് ചിന്തിക്കണം, ആരെ വിളിച്ചാലാണ് എന്റെ കൂടെ വരിക അല്ലെ. ആവണിനെ വിളിച്ചാൽ വരുമോ, അല്ലെ പ്രീതിനെ വിളിച്ചാൽ വരുമോ, ഗിഫ്റ്റിനെ വിളിച്ചാൽ വരുമോ എന്ന് നമ്മളൊരു പ്ലാൻ ചെയ്യണം. അത്രേ ഉള്ളൂ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. എന്താ, നമ്മൾ ആഗ്രഹിച്ച ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന പ്രക്രിയയാണ് പ്ലാനിങ്. അണ്ടർലൈൻ ചെയ്തോട്ടോ. ഇവിടെ നമുക്ക് ചോദിക്കാം, ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് അബൌട്ട് ദ ആക്ടിവിറ്റി നീഡഡ് ടു ഗെയിൻ എ ഡിസൈർഡ് ഗോൾ. ഒരു ആഗ്രഹിച്ച ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കുന്ന, നമുക്ക് ആ ഒരു എന്താ പറയാ ആവശ്യമായ പ്രവർത്തനങ്ങളെ കുറിച്ച്, അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലെ, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം, അതിനെ കുറിച്ച് ചിന്തിക്കുന്ന പ്രോസസ്സാണ് പ്ലാനിങ്. അണ്ടർലൈൻ ചെയ്ത അവിടെ. It is the first and foremost activity to attain desired result. ഇതെന്താ പറഞ്ഞേക്കുന്നേ? പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒരു ആഗ്രഹിച്ച ഒരു റിസൾട്ട്, ഡിസൈർഡ് റിസൾട്ട്, നമ്മൾ ആഗ്രഹിച്ച ഒരു റിസൾട്ട് കൈവരിക്കുന്നതിനുള്ള ആദ്യത്തേതും പ്രധാനവുമായിട്ടുള്ള ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രവർത്തനയാണ് planning. It is the first and foremost activity to attain desired result. അവിടെ വേണമെങ്കിൽ ചോദിക്കാം, dash is the first and foremost activity to attain desired result. അപ്പൊ നമുക്ക് എന്ത് എഴുതാം നമ്മൾ അവിടെ? പ്ലാനിങ് അല്ലെ. നമ്മുടെ ആ ഡിസൈർഡ് ഗോള്, അതായത് നമ്മൾ ആഗ്രഹിച്ച ലക്ഷ്യം നേടിയെടുക്കാനുള്ള ആദ്യത്തേതും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പ്ലാനിങ്. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, പ്ലാനിങ് ഇല്ലാതെ ഒരു കാര്യവും നടക്കൂല. നമ്മൾ മുൻകൂട്ടി ഒന്ന് പ്ലാൻ ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് അതിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തുള്ളൂ, ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ചോദിക്കും? പോസ്കോപ്പിലെ പി എന്തിനെയാ സൂചിപ്പിക്കണേന്ന് ചോദിക്കും. പിന്നെ ആ 2 സെന്റൻസും ഡാഷ് ഇട്ട് ചോദിക്കും. അപ്പൊ അതിന് ആൻസർ ചെയ്താലോ അവിടെ പ്ലാനിങ്ങിന് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? 3 ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ അവിടെ നിന്ന്? ഫസ്റ്റ് ഇതിന്ന് രണ്ടാമത്തെയാണ് ഓർഗനൈസിങ്. ഇനി എന്താ ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സംഘടിപ്പിക്കുക. ഇനി അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംഘടിപ്പിക്കണ്ടേ? ഓർഗനൈസിങ്, സംഘടിപ്പിക്കുക. ഓർഗനൈസിങ് കൺസിസ്റ്റ് ഓഫ് കോർഡിനേറ്റിംഗ് ആൻഡ് അലോക്കേറ്റിംഗ് എ ഫേം റിസോഴ്സസ് ഇൻ ഓർഡർ ടു എക്സിക്യൂട്ട് ഇറ്റ്സ് പ്ലാൻസ്. എന്താ? ഒരു സ്ഥാപനത്തിന്റെ, ഒരു ഫേം എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനത്തിന്റെ ഒരു പദ്ധതികള് നമുക്ക് നടപ്പിലാക്കാനായിട്ട് അതിന്റെ റിസോഴ്സുകള് ഏകോപിപ്പിക്കുകയും അത് അലോക്കേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? അനുവദിക്കുക. കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഏകോപിപ്പിക്കുക, അലോക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അനുവദിക്കുക. ഫേം എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ. എന്താ പറഞ്ഞേക്കണേ? ഒരു ഓർഗനൈസേഷന്റെ പ്ലാൻ, പദ്ധതികള് അത് എക്സിക്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ നിറവേറ്റുക അല്ലെ. അത് നിറവേറ്റാൻ അല്ലെങ്കിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ റിസോഴ്സുകള് ഏകോപിപ്പിക്കുന്നതിനും അത് അനുവദിക്കുന്നതിനുമാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഓർഗനൈസിങ് നമ്മൾ സംഘടിപ്പിക്കുക, അതിന് വേണ്ടിയിട്ട് ആ ഒരു പ്ലാൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് വേണ്ടിയ കാര്യങ്ങള് സംഘടിപ്പിക്കുന്നതിനെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. എനിക്ക് സിനിമ കാണണം, അതാണ് എന്റെ ഗോള്. അത് നേടിയെടുക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യും. അപ്പൊ എനിക്ക് പ്രീതിയെ സംഘടിപ്പിക്കണ്ടേ, അല്ലെങ്കിൽ ദേവികേനെ സംഘടിപ്പിക്കണ്ടേ? എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലാത്ത കാരണം അപ്പൊ ഞാൻ അവിടെ ഓർഗനൈസ് ചെയ്യാണ് അല്ലെ. ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ സംഘടിപ്പിക്കുക. അപ്പൊ ഇവിടെ ഡാഷ് ഇട്ട് ചോദിക്കാട്ടോ. ഇത് നമ്മള് ഫുള്ള് എന്താ പറയാ വാട്ട് ഈസ് ഓർഗനൈസിങ് അങ്ങനെ പഠിക്കണ്ട. ഡാഷ് ഇട്ടിട്ട് തരും നമുക്ക്. അതെന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. കോർഡിനേറ്റിംഗ് ആൻഡ് അലോക്കേറ്റിംഗ് ഫേംസ് റിസോഴ്സസ്, അതാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാ? ഒരു പ്ലാൻ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ക്ലിയർ ആയില്ലേ അത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? അതിനകത്ത് എന്തൊക്കെയാ വരുന്നത്? ഓർഗനൈസിംഗിൽ എന്താ വരുന്നത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡെവലപ്പിംഗ് എ സ്ട്രക്ചർ ഫോർ പീപ്പിൾ. ആളുകളുടെ സ്ട്രക്ചർ, ആളുകളുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. പൊസിഷൻ, അവർക്കുടെ പൊസിഷൻ, ഡിപ്പാർട്ട്മെന്റുകള്
ആൻഡ് ആക്ടിവിറ്റി വിത്തിൻ ദ ഫേം. അത് മനസ്സിലാക്കണ്ടേ? അതൊക്കെയാണ് ഓർഗനൈസിംഗിൽ വരുന്നത്. എന്തൊക്കെ കാര്യങ്ങളിലാണ്? ആളുകള്, സ്ട്രക്ചർ ഫോർ പീപ്പിൾ, ആളുകള്, developing a structure. It consists of developing a structure for ആരൊക്കെ? ആളുകള്, അവരുടെ പൊസിഷൻ, ഡിപ്പാർട്ട്മെന്റുകള്, ആ ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങള് എന്നിവയുടെ ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക. അതാണ് ഓർഗനൈസിംഗിന് വരുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. Organizing consists of developing a structure for ആർക്ക് വേണ്ടിയിട്ടാ? People, position, department and activities within the firm. ഒരു സ്ഥാപനത്തിനുള്ളിലുള്ള ആളുകളെ, അവരുടെ പൊസിഷൻ, ഡിപ്പാർട്ട്മെന്റുകള്, പ്രവർത്തനങ്ങള് എന്നിവയ്ക്കായിട്ട് ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാണ്. ഇനി അടുത്തതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മള് പോസ്കോബിലെ O stands for organizing. ഇനി എസ് എന്തിനാ സൂചിപ്പിക്കുന്നത്? സ്റ്റാഫിങ്ങിനെയാണ്. സ്റ്റാഫിംഗ്. Staffing is the process of finding the right worker with the apt qualification or experience and recruiting them to fill a job position or role. Recruit ചെയ്യാന്ന് വെച്ചാൽ നിയമിക്കുക. Recruiting. എന്താ പറഞ്ഞേക്കുന്നേ? സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞത് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ്. ഫൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ കണ്ടെത്തുക. കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? റൈറ്റ് വർക്ക് വിത്ത് അപ്രോപ്രിയേറ്റ് ക്വാളിഫിക്കേഷൻ. അതായത് ഉചിതമായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ശരിയായ വർക്കറിനെ കണ്ടെത്തുന്ന പ്രോസസ്സാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു പൊസിഷൻ, ആ ഒരു ജോബ് പൊസിഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ? അതിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള, അതിന് ആപ്റ്റ് ആയിട്ടുള്ള ശരിയായ വർക്കേഴ്സിനെ, ജോലിക്കാരെ കണ്ടെത്തി ഒരു ജോലി അല്ലെങ്കിൽ അതവിടുത്തെ റോള്, ആ ഒരു റോൾ, ആ പൊസിഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടി, ജോബ് പൊസിഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ റിക്രൂട്ട് ചെയ്യുക, നിയമിക്കുന്ന പ്രോസസ്സാണ് സ്റ്റാഫിംഗ്. നമുക്ക് ആരെയും നിയമിക്കാൻ പറ്റുമോ? ഒരു ജോബ് വേക്കൻസി ഉണ്ട് അവിടെ, അതിന് ആപ്റ്റ് ആയിട്ടുള്ള റൈറ്റ് വർക്കേഴ്സിനെ, അപ്രോപ്രിയേറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ മാത്രമല്ലേ നമുക്ക് അതിലേക്ക് നിയമിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ലാബിലാണെങ്കിൽ നമ്മള് ലാബ് ഇത് പഠിക്കണം അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ഫാർമസിയിലാണെങ്കിൽ ഫാർമസി കോഴ്സ്, ഫാർമസിസ്റ്റ് ആ ഒരു പൊസിഷനിൽ നിൽക്കണമെങ്കിൽ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ വേണം. അപ്പൊ ആ ഒരു ജോലിയുടെ, ആ ഒരു ജോബ് പൊസിഷൻ അല്ലെങ്കിൽ ആ റോള് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള വർക്കേഴ്സിനെ, അതിന് ആപ്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവരെ കണ്ടെത്തുന്ന പ്രോസസ്സാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഡാഷ് ഇട്ട് തരാം. ഡാഷ് ഈസ് ദ പ്രോസസ് എന്ന് പറഞ്ഞ് തരാം, അണ്ടർലൈൻ ചെയ്തിട്ട്. അടുത്തതാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റിംഗ്. അപ്പൊ പോസ്കോപ്പിലെ അടുത്ത ലെറ്റർ ഡി എന്തിനെ സൂചിപ്പിക്കുന്നത്? ഡി സ്റ്റാൻഡ്സ് ഫോർ directing. Directing is the process in which the managers direct, guide and oversee the performance of the worker to attain goals already determined. Directing should be the heart of the management process. എന്താ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്? നമുക്ക് അതായത് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾസ്, ലക്ഷ്യങ്ങൾ അല്ലെ, ഇതിനകം നമ്മൾ നിർണയിച്ചിട്ടുള്ള ലക്ഷ്യങ്ങള് കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് മാനേജർമാര്, തൊഴിലാളികളുടെ മാനേജർമാര് ആ ഒരു വർക്കേഴ്സിന്റെ പ്രകടനങ്ങള് അതിനെ നയിക്കുകയും അതിനെ ഡയറക്റ്റ് ചെയ്യുകയും അതിനെ ഗൈഡ് ചെയ്യുകയും അതിനെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അവർക്കൊരു ഡയറക്ഷൻ കൊടുക്കൂലേ അല്ലെ? മാനേജർ ഡയറക്റ്റ് ചെയ്യാണ് അവരെ, അല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യാണ്, അല്ലെങ്കിൽ അവരെ ഓവർസീസ് ചെയ്യാണ്, മേൽനോട്ടം വഹിക്കുകയാണ്. ഇതിനകം നമുക്ക് ഒരു നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവാം അല്ലെ? അതിന് വേണ്ടിയിട്ട്, അത് കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് മാനേജർമാര് ആ വർക്കേഴ്സിനെ ഡയറക്റ്റ് ചെയ്യുകയോ ഗൈഡ് ചെയ്യുകയോ ഓവർസീയോ ചെയ്യാണ് അവരുടെ പെർഫോമൻസിനെ. അതിനെയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അവിടെയും ഡാഷ് ഇട്ട് തരും കേട്ടോ, അണ്ടർലൈൻ ചെയ്തിട്ടോ സെന്റൻസ്. അടുത്ത സെന്റൻസ് ഒന്ന് നോക്കിയേ. ഡയറക്റ്റിംഗ് ഷുഡ് ബി ദ ഹാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് പ്രോസസ്. മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഹൃദയം എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റിംഗ് ആണ്. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ.
അവിടെ ഒന്ന് ഇമ്പോർട്ടന്റ് എന്ന് എടുത്ത് വെച്ചോ. ഡാഷ് ഇട്ടിട്ട് തരും അവിടെ. Dash should be the heart of the management process. ഏതാ? ഡയറക്റ്റിംഗ് ആണ്. അപ്പൊ അവിടെ ഓപ്ഷൻസ് തരും. ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്. ഏതാ കറക്റ്റ് ആൻസർ? ഏതാണ് ഹാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്? ഡയറക്റ്റിംഗ് ആണ്. ഡയറക്റ്റിംഗ്. അടുത്തതാണ് കോർഡിനേഷൻ. കോസ്കോപ്പിലെ നെക്സ്റ്റ് ലെറ്റർ സി സൂചിപ്പിക്കുന്നത് എന്തിനാണ്? സി സ്റ്റാൻഡ്സ് ഫോർ കോർഡിനേറ്റിംഗ്. കോർഡിനേറ്റ് ചെയ്യാണ്. എന്താണ് പറഞ്ഞേക്കുന്നത്? കോർഡിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ ഈസ് ദ, കോർഡിനേഷൻ എന്ന് വെച്ചാൽ ഏകോപിപ്പിക്കുക, അല്ലെ? അവരെ ഏകോപിപ്പിക്കുക. കോർഡിനേഷൻ ഈസ് ദ യൂണിഫിക്കേഷൻ. കോർഡിനേഷൻ ഈസ് ദ യൂണിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഏകീകരണം. അറിയില്ലാത്തവര് മീനിങ് ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. യൂണിഫിക്കേഷൻ ഏകീകരണം. ഇന്റഗ്രേഷൻ എന്താ? സംയോജനം. ഇന്റഗ്രേഷൻ സംയോജനം. സിങ്കോണിസേഷൻ സമന്വയം. സിങ്കോണിസേഷൻ സിങ്ക്രോണിസേഷൻ സമന്വയം of the effort of group members so as to give unity action in the pursuit of common goal. Pursuit എന്ന് വെച്ചാൽ പിന്തുടരുക. എന്താ പറഞ്ഞേക്കുന്ന? കോർഡിനേറ്റിംഗ് എന്ന് പറഞ്ഞ എന്താണ്? is the unification, integration, synchronization of effect of group members. എന്താ? എന്തിനു വേണ്ടിയാ? ഒരു പൊതുവായ ലക്ഷ്യങ്ങള് നമുക്ക് പിന്തുടരുന്ന ആ പ്രവർത്തനത്തിന്റെ ഒരു ഐക്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ആ എഫേർട്ട്, ആ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ എഫേർട്ടിന്റെ ഒരു ഏകീകരണം, സംയോജനം, സമന്വയം. അതാണ് കോർഡിനേറ്റിംഗ് എന്ന് പറയുന്നത്, കോർഡിനേഷൻ എന്ന് പറയുന്നത്. അവിടെ ഡാഷ് ഇട്ട് ചോദിക്കാം കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. അത് കോർഡിനേഷൻ, കോർഡിനേറ്റിംഗ് ഓർ കോർഡിനേഷൻ is the unification, integration, synchronization. എന്തിന്റെ? of the effort of the group members. Group members ന്റെ എഫേർട്ടിന്റെ, അവരുടെ പരിശ്രമങ്ങളുടെ ഏകീകരണം, സംയോജനം, സമന്വയം. അതാണ് കോർഡിനേഷൻ. ഏകോപിപ്പിക്കുക എന്നുള്ളത്. So as to give unity of action in the pursuit of the common goals. ഇതിനു വേണ്ടിയാ? ഒരു പൊതുവായ ലക്ഷ്യങ്ങൾ ഫോളോ ചെയ്യാൻ, പിന്തുടരുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള പ്രവർത്തനത്തിന്റെ ഒരു ഐക്യം നിലനിർത്താനായിട്ട് വേണ്ടിയുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ യൂണിഫിക്കേഷൻ, ഇന്റഗ്രേഷൻ, സിങ്ക്രോണിസേഷൻ. അതാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. റിപ്പോർട്ടിംഗ് പോസ്കോപ്പിന്റെ നെക്സ്റ്റ് ലെറ്റർ 6 എന്തിനെ സൂചിപ്പിക്കുന്നു? റിപ്പോർട്ടിംഗിനെ സൂചിപ്പിക്കുന്നു. റിപ്പോർട്ടിംഗ് മീൻസ് ടു ദ ഫോർമൽ സിസ്റ്റം whereby relevant needed information is furnished to management with the help of reports continuously. എന്താണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്? എല്ലായിടത്തും നമ്മുടെ ഹെഡിന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കണം, അല്ലെ? എന്താണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്? തുടർച്ചയായിട്ടുള്ള ആ ഒരു റിപ്പോർട്ടുകളുടെ സഹായത്തോടു കൂടി, കണ്ടോ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് റിപ്പോർട്ട്സ് കണ്ടിന്യൂസ്ലി, തുടർച്ചയായ ഒരു റിപ്പോർട്ടുകളുടെ സഹായത്തോടു കൂടി മാനേജ്മെന്റിന് അവിടുത്തെ പ്രസക്തമായിട്ടുള്ള ആവശ്യമായ വിവരങ്ങള്, അല്ലെ? മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു ഫോർമൽ സിസ്റ്റം, അല്ലെ? അതായത് ഒരു ഔപചാരികമായിട്ടുള്ള സംവിധാനമാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. നമ്മളോട് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞേണ്ട അവിടുത്തെ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു ഫോർമൽ, ഒരു ഔപചാരികമായിട്ട് നമ്മൾ കൊടുക്കല്ലേ? അവിടുത്തെ പ്രവർത്തനങ്ങളുടെ ഒക്കെ കൂടി ഒരു റിപ്പോർട്ട് നമ്മൾ മാനേജ്മെന്റിന് കൊടുക്കുകയാണ്. അതാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇസ് ദ ഫോർമൽ സിസ്റ്റം. ഒരു ഔപചാരികമായിട്ടുള്ള ഒരു സംവിധാനമാണ്. എന്താണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്? റിലവന്റ് നീഡഡ് ഇൻഫർമേഷൻ ഈസ് ഫർണിഷ്ഡ് ടു മാനേജ്മെന്റ്. മാനേജ്മെന്റിന് നൽകിയാണ്. ഫർണിഷ്ഡ് വെച്ച് സജ്ജീകരിക്കുക, തയ്യാറാക്കി മാനേജ്മെന്റിന് കൊടുക്കുകയാണ്. ഇതിന്റെ സഹായത്തോടു കൂടി, തുടർച്ചയായ റിപ്പോർട്ടുകളുടെ സഹായത്തോടു കൂടി. അവിടെ ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഡാഷ് മീൻസ് ടു ദ ഫോർമൽ സിസ്റ്റം. അപ്പൊ തന്നെ നമുക്കറിയാം ഏതാണ് റിപ്പോർട്ടിംഗ്. ആ സെന്റൻസ് അങ്ങനെ തരാം. Thus, the report is the essence of any management reporting system. Underline ചെയ്തിട്ടത്
ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് ഈസ് ദ എസൻസ് ഓഫ് എനി മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. ഡാഷ് ഈസ് ദ എസൻസ് ഓഫ് എനി മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. ഏതാണ് എസൻസ് എന്ന് പറയുന്നത്? ഏതാണ് എസൻസ് എന്ന് പറയുന്നത്? റിപ്പോർട്ടാണ്. റിപ്പോർട്ട്, എസൻസ്, സാരാംശം. മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ ഒരു സാരാംശം, ഒരു ഉള്ളടക്കമാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. റിപ്പോർട്ട് പ്രൊവൈഡ് ദ മീൻസ് ഓഫ് ചെക്കിംഗ് ദ പെർഫോമൻസ്. റിപ്പോർട്ട് എന്തിനാ റിപ്പോർട്ട്? റിപ്പോർട്ട് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? പെർഫോമൻസ്, അവിടുത്തെ പ്രകടനം ചെക്ക് ചെയ്യല്ലോ ശരിക്കും, പരിശോധിക്കുകയല്ലേ ചെയ്യുന്നേ. അതായത് ആ ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ്, അവിടുത്തെ പ്രകടനം പരിശോധിക്കുന്നതിനുള്ള ഒരു മാർഗമാണ്, അല്ലെങ്കിൽ അതാണ് റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പാടില്ലേ അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഓക്കെ ആണോ, സ്മൂത്ത് ആയിട്ട് പോണ്ടോ, എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ, ഇതൊക്കെ ആ റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ചെക്ക് ചെയ്യാണ് ശരിക്കും റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യുന്നതാണ് ഇത് റിപ്പോർട്ട്. ഇതാണ് ഉദ്ദേശിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ്, ലാസ്റ്റത്തെയാണ് പോസ്റ്റ്കോപ്പില്. ബി സ്റ്റാൻഡ്സ് ഫോർ ബഡ്ജറ്റിംഗ് ആണ്. ബഡ്ജറ്റിംഗ് എന്താ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്? ബഡ്ജറ്റിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്ലാൻ ടു സ്പെൻഡ് മണി. നമുക്ക് പൈസ ചെലവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അല്ലെ, നമുക്ക് വേണ്ടേ പണം ചെലവഴിക്കാനായിട്ട്, നമ്മുടെ ആ ഒരു സ്പെൻഡ് മണി, അല്ലെ, ആ മണി സ്പെൻഡ് ചെയ്യാൻ, പണം ചിലവഴിക്കാനുള്ള ഒരു പ്ലാൻ രൂപകൽപ്പന ചെയ്യാണ് ഡിസൈനിങ് എ പ്ലാൻ. അല്ലാതെ നമ്മൾ കൊണ്ടുപോകുന്ന വെറുതെ കളയോ. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെങ്കിൽ നമ്മളൊരു ബഡ്ജറ്റ് ഇടൂലേ, അത് ബഡ്ജറ്റ് ഇടാറില്ലേ? നമ്മൾ ഇത്ര രൂപ ബഡ്ജറ്റ് ആവും, ബഡ്ജറ്റ് ഇടും. എന്തിനു വേണ്ടിയാ നമ്മൾ ആ പൈസ എങ്ങനെയാണ് അത് സ്പെൻഡ് ചെയ്യണേന്നുള്ളൊരു ഡിസൈനിങ്, അത് ഡിസൈൻ ചെയ്യല്ലേ ബഡ്ജറ്റിങ്. നിങ്ങൾ ബഡ്ജറ്റ് ഇടാറുണ്ട് എന്തെങ്കിലും ഒക്കെ? ഇത്ര രൂപ ഏകദേശം ആകും, നമ്മളൊരു ബഡ്ജറ്റ് വെക്കും ഇല്ലേ? ആരും ഒരു സാധനം മേടിക്കാം ഉണ്ട് ദേശാദിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട്, എന്നിട്ട് നമ്മളെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമുക്കൊരു ബഡ്ജറ്റ്, അത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതായിരിക്കണം അല്ലെ? അപ്പൊ എങ്ങനെ നമ്മൾ ആ പൈസ ചെലവാക്കണം, അല്ലെ? പൈസ ചെലവാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുന്നതാണ് ബഡ്ജറ്റിംഗ്. അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് ഡാഷ് ഇട്ട് കൊടുക്കാം. ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്ലാൻ ടു സ്പെൻഡ് മണി. മണീന്ന് കാണുമ്പോ തന്നെ നമുക്ക് അറിയാം അല്ലെ, ആൻസർ തെറ്റൂല, അവിടെ ബഡ്ജറ്റിംഗ് എഴുതാം നമുക്ക്. This spending plan is called a budget. ഈ spending പ്ലാനിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. The spending plan is called a budget. Making this spending plan allow you to decide in advance whether you will have enough money to do the things you require to do or would like to do. അല്ലെ, നമുക്ക് ബഡ്ജറ്റ് ഇടുമ്പോ നമുക്കറിയാം എന്താ നമുക്കറിയാൻ പറ്റും. നമുക്ക് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള പൈസ ഉണ്ടോ എന്നറിയാൻ പറ്റൂലേ, ഇല്ലേ? ആ ഒരു സ്പെൻഡിങ് പ്ലാൻ ഉണ്ടാക്കുന്നത് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങള് ചെയ്യാൻ നമുക്ക് വേണ്ടത്ര പണം നമ്മുടെ കയ്യിലുണ്ടോ എന്ന് മുൻകൂട്ടി തീരുമാനിക്കാനും ഈ ബഡ്ജറ്റിനെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുമല്ലോ ഇത്ര രൂപയാണ്, അത്രയും രൂപ നമ്മുടെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു നമുക്കത് മുൻകൂട്ടി നമുക്ക് വേണ്ടത്ര പണം നമ്മുടെ കയ്യിലുണ്ടോ, ആ ഒരു പ്ലാൻ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടത്ര പണം നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ള കാര്യം കൂടി ബഡ്ജറ്റിങ്ങിലൂടെ നമുക്ക് സഹായിക്കും. ബഡ്ജറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. Budgeting is merely balancing expense with the income. ബഡ്ജറ്റ് എന്നത് എന്താ? ചിലവ് നമ്മുടെ വരുമാനവുമായി എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യാണ്, സന്തുലിതമാക്കുക. അതാണ് ബഡ്ജറ്റിംഗ്. അണ്ടർലൈൻ ചെയ്ത ലാസ്റ്റ് സെന്റൻസ് കൂടി. ബഡ്ജറ്റിംഗ് ഈസ് merely balancing the expense with the income. നമ്മുടെ എന്താണ് എക്സ്പെൻസ് എത്രയാ, നമ്മുടെ ഇൻകം എത്രയാ, നമ്മുടെ കയ്യിൽ ഇത്രേ ഇൻകം ഉള്ളൂ, നമ്മുടെ എക്സ്പെൻസ്, അത് രണ്ടിന്റെ ബാലൻസ് ചെയ്യാണ് അല്ലെ? ബാലൻസ് ചെയ്യുന്നതിനാണ് ബഡ്ജറ്റിംഗ്. നമുക്കറിയാം എത്ര ബഡ്ജറ്റ് നമ്മൾ ഇട്ടു, അതിൽ ഒതുങ്ങി നിൽക്കുന്ന പർച്ചേസേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഇൻകം നമ്മുടെ എക്സ്പെൻസിനെ ബാലൻസ് ചെയ്യല്ലത്, അതിനല്ലേ ഒരു ബഡ്ജറ്റ് നമ്മൾ ഇടുന്നത്. ഇത്ര രൂപയിൽ ഒതുങ്ങി നിൽക്കുന്ന സാധനങ്ങൾ വാങ്ങണം എന്ന് നമ്മളൊരു ബഡ്ജറ്റ് അവിടെ വെക്കുക. അപ്പൊ നമ്മുടെ വരുമാനം നമുക്കറിയാം, നമ്മുടെ എക്സ്പെൻസ് ഇത്രയും നമുക്ക് ചെലവാക്കാമോ എന്നും നമുക്കറിയാം അല്ലെ? അതിൽ രണ്ടിനെയും ഒന്ന് ബാലൻസ് ചെയ്യാണ് ബഡ്ജറ്റിംഗ്. അണ്ടർലൈൻ ചെയ്തോ ലാസ്റ്റ് സെന്റൻസ് കൂടി?
Budgeting is merely balancing the expense with the dash. എന്തുമായിട്ടാണ് എക്സ്പെൻസിനെ ബാലൻസ് ചെയ്യണത്? ഇൻകം, നമ്മുടെ വരുമാനവുമായിട്ട് ബാലൻസ് ചെയ്യാണ് ആ ചെലവിനെ. ചെലവും വരുമാനവും തമ്മിൽ ബാലൻസ് ചെയ്യാണ് ബഡ്ജറ്റിംഗ്. അപ്പൊ അതിനകത്ത് ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിക്കാം. പിന്നെ അതിന്റെ ഓരോന്നിന്റെയും അവിടെ ഡാഷ് ഇട്ടും ചോദിക്കാം കേട്ടോ. ഏതാണ് ബഡ്ജറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ഇതൊക്കെ ഓരോന്നും എനിക്ക് ചോദിക്കാം. ഇനി അടുത്തതാണ് അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ്. ഭരണപരമായിട്ടുള്ള റോളുകള്. ഓക്കെ, ഇന്റർപേഴ്സണൽ റോൾസ് ഉണ്ട്, ഇൻഫർമേഷണൽ റോൾസ് ഉണ്ട്, ഡിസിഷണൽ റോൾസ് ഉണ്ട്. ഇന്റർപേഴ്സണൽ റോൾസ് എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തിപരമായിട്ടുള്ള ചുമതല, റോള്. ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു ഇന്റർപേഴ്സണൽ റോളില്, അതായത് വ്യക്തിപരമായിട്ടുള്ള ചുമതല എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് റോൾസിനെ നമുക്ക് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ഇന്റർപേഴ്സണൽ റോൾസ്, ഇൻഫർമേഷണൽ റോൾസ്, ഡിസിഷണൽ റോൾസ്. ഇന്റർപേഴ്സണൽ റോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഫിഗർ ഹെഡ്. ഫിഗർ ഹെഡ് എന്ന് വെച്ചാൽ എന്താ? തലവൻ. ആ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ഹെഡാണ് അല്ലെ ഫിഗർ ഹെഡ്. അദ്ദേഹം അവിടുത്തെ ഹെഡ് ആയിരിക്കണം, തലവനാണ്. ലീഡർ, നേതാവ് ആയിരിക്കാം. ലിയേസൺ, നല്ലൊരു ബന്ധം. നമ്മൾ പറഞ്ഞില്ലേ, മറ്റുള്ള സ്റ്റാഫുകളും എല്ലാവരുമായിട്ട്, മറ്റുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സുമായിട്ടൊക്കെ നല്ലൊരു റിലേഷൻ വേണം. ലിയേസൺ എന്ന് പറഞ്ഞാൽ ബന്ധമാണ്. എങ്ങനെയായിരിക്കും ഇന്റർപേഴ്സണൽ റോൾസിൽ വരുന്ന ഏതൊക്കെയാ? ഫിഗർ ഹെഡ്, ലീഡർ, ലിയേസൺ. തലവനായിരിക്കണം, ഒരു നേതാവ്, ബന്ധം. എല്ലാവരും തമ്മിലുള്ള ബന്ധം വേണം. ഇനി അടുത്തത് ഇൻഫർമേഷണൽ റോൾസ്. ഓക്കെ, എന്റെ ഇൻഫർമേഷണൽ റോൾസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്നത് മോണിറ്റർ. മറ്റുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യണം, നിരീക്ഷിക്കണം. ഡിസെമിനേറ്റർ. ഡിസെമിനേറ്റർ എന്ന് പറഞ്ഞാൽ പ്രചരിപ്പിക്കുന്നവൻ. അർത്ഥം എഴുതി വെച്ചോ കേട്ടോ. എല്ലാത്തിനെയും നടപ്പിലാക്കാതെ പ്രചരിപ്പിക്കുന്നവനാണ് ഡിസെമിനേഷൻ. സ്പോക്സ് പേഴ്സൺ, നല്ലൊരു വക്താവായിരിക്കണം. സംസാരിക്കാത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളെ ഒരു പൊസിഷനിലേക്ക് നിർത്താൻ പറ്റൂല അല്ലെ. നല്ലൊരു വക്താവായിരിക്കണം, നല്ലൊരു സ്പോക്ക് പേഴ്സൺ. നല്ല സംസാരിക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ള കഴിവുള്ള ഒരിതാണ് ആയിരിക്കണം. ഇതാണ് ഇൻഫർമേഷണൽ റോൾസിൽ വരുന്നത്. മോണിറ്റർ ചെയ്യണം, അത് പ്രചരിപ്പിക്കാൻ പറ്റണം, ആൻഡ് സ്പോക്ക് പേഴ്സൺ, വക്താവായിരിക്കണം. ഡിസിഷണൽ റോൾസ്. ഈ തീരുമാനപരമായിട്ടുള്ള റോൾസ് എന്തൊക്കെയാണ്? ഓക്കെ, എന്റർപ്രീനിയർ എന്ന് പറഞ്ഞാൽ സംരംഭകൻ. എന്റർപ്രീനിയർ സംരംഭകനായിരിക്കണം. ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ അല്ലെ, ഡിസ്റ്റർബൻസ് ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. റിസോഴ്സ് അലോക്കേറ്റർ, റിസോഴ്സുകൾ അനുവദിക്കുന്ന ആളായിരിക്കണം. നെഗോഷിയേറ്റർ, നെഗോഷിയേറ്റർ എന്നാ? നെഗോഷിയേറ്റർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ചർച്ചാക്കാരനായിരിക്കണം. ഡിബേറ്റ്സുകള്, നമുക്ക് ചർച്ചകൾ നടത്താനുള്ള ഒരു നല്ലൊരു നെഗോഷിയേറ്റർ ആയിരിക്കണം. ഇതെല്ലാം ഡിസിഷണൽ റോൾസിൽ വരുന്ന. പിന്നെ അത് നമുക്ക് ചോദിക്കാം, അഡ്മിനിസ്ട്രേറ്റീവ് റോൾസിൽ വരുന്ന ഏതൊക്കെയാന്ന് ചോദിക്കാം. അവിടെ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇന്റർപേഴ്സണൽ റോൾ ഉണ്ട്, ഇൻഫർമേഷണൽ റോൾ ഉണ്ട്, ഡിസിഷണൽ റോൾസ് ഉണ്ട്. ഇനി ഓരോന്നിനും ചോദിക്കാം. Which of the following is included in informational roles in administrator? അപ്പൊ ഇൻഫർമേഷണൽ റോൾസിൽ വരുന്ന ഏതൊക്കെയാ? മോണിറ്റർ, ഡിസെമിനേറ്റർ, സ്പോക്ക് പേഴ്സൺ. കിട്ടിയോ? ക്വസ്റ്റ്യൻസ് 2 ക്വസ്റ്റ്യൻ ആണ് അവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ റോൾസ് ചോദിക്കാം, അതിന്റെ ഓരോന്നിന്റെയും ഇൻക്ലൂഡ് ചെയ്യുന്നതൊക്കെ അതിന്റെ ഉള്ളിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഇനി അവർക്ക് വേണ്ട സ്കില്ലുകൾ നോക്കിയേ. സ്കിൽസ് നീഡ്. എന്തൊക്കെ കഴിവുകളാ വേണ്ടേ നോക്കി. സ്കിൽസ്, ടെക്നിക്കൽ സ്കില്ല് വേണം. ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള അല്ലെ, സാങ്കേതികമായിട്ടുള്ള ഒരു കഴിവ് വേണം. നോളജ് ആൻഡ് എക്സ്പേർട്ട് ഇൻ എ സ്പെസിഫിക് ഫീൽഡ്. ആ ഒരു സ്പെസിഫിക് ഫീൽഡ്, ഇപ്പൊ ഹോസ്പിറ്റൽ ഫീൽഡിൽ തന്നെ നല്ല നോളജും അതിന് എക്സ്പേർട്ട് ആയിരിക്കണം. എക്സ്പീരിയൻസ് ഉണ്ടാവണം അല്ലെ, എക്സ്പേർട്ടൈസ്. അതിന് വേണ്ട വൈവിധ്യവും വേണം അല്ലെ, വൈദഗ്ധ്യം. അതായത് എന്താ പറയാ, അതിന് എക്സ്പേർട്ട്, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നല്ല നോളജ് വേണം. അതായത് ഒരു കഴിവില്ലാതെ ഒരു ആളെ കൊണ്ടുവന്ന് നമുക്ക് ആ ഒരു പൊസിഷനിലേക്ക് നിർത്താൻ പറ്റില്ല. ടെക്നിക്കൽ സ്കില്ല് വേണം. അതായത് ആ ഒരു സ്പെസിഫിക് ഫീൽഡില് നമുക്ക് നല്ല നോളജും നല്ലൊരു എക്സ്പേർട്ട് ആയിരിക്കണം അവര്. അടുത്ത നോക്കിയാൽ ഹ്യൂമൻ സ്കിൽസ്. ഹ്യൂമൻ സ്കിൽസ്, the potential to work with other people. ഹ്യൂമൻ സ്കിൽസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളുമായിട്ട് കൂടിച്ചേർന്ന് വർക്ക് ചെയ്യാനായിട്ട് അല്ലെ, നന്നായി പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് വേണം.
എല്ലാവരോടും അവരെ കോപ്പറേറ്റ് ചെയ്തുകൊണ്ടും എല്ലാവരുമായിട്ട് സഹകരിച്ചും അവരോട് നല്ല രീതിയിൽ സംസാരിച്ചും ഒക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. ദ പൊട്ടൻഷ്യൽ ടു വർക്ക് വെൽ വിത്ത് അതർ പീപ്പിൾ, മറ്റുള്ള ആളുകളുമായിട്ട് നന്നായി പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് വേണം. പിന്നെ അടുത്തതാണ് കോൺസെപ്ച്വൽ സ്കിൽസ്. Conceptual skills എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? The capacity to think and just about abstract and complex situation which concern the organization. ഒരു ഓർഗനൈസേഷനെ ബാധിക്കുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ, സങ്കീർണമായിട്ടുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കോംപ്ലക്സ് സിറ്റുവേഷൻസ്, അതിനെ കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് വേണം. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ നിഗൂഢമായ, ABST RACT, conceptual. Okay. എന്താണ്? എന്തെങ്കിലും ഒരു ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അവിടെ എന്താ പറയാ, നമ്മൾ അതിൽ ഫിയർ ചെയ്യാതെ നമ്മൾ അതിനെ എന്താ പറയാ, അതിനെ തരണം ചെയ്യാനായിട്ട് അല്ലെ, അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാനും അങ്ങനെയുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാനും അത് മനസ്സിലാക്കാനുമുള്ള ഒരു കഴിവ് വേണം. കപ്പാസിറ്റി ടു തിങ്ക്, അതിനെ കുറിച്ച് ചിന്തിക്കാനും അത് മാക്സിമം എന്താ പറയാ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ഡീൽ ചെയ്തുകൊണ്ട് പോകണല്ലോ അങ്ങനെയുള്ള ഒരു കോംപ്ലക്സ് സിറ്റുവേഷൻസ് ആണെങ്കിൽ. അപ്പൊ അതിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വേണം. അതിൽ 3 സ്കില്ലുകൾ ഒന്ന് നോക്കി വെച്ചാൽ കേട്ടോ, അത് 3 ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. അതിനകത്ത് ടെക്നിക്കൽ സ്കില്ല് വേണം, ഹ്യൂമൻ സ്കില്ല് വേണം, കൺസെപ്ച്വൽ സ്കിൽസ് വേണം. 3 സ്കില്ലുകളും നോക്കി വെച്ചോ കേട്ടോ. സ്കിൽ നീഡ്, എന്തൊക്കെ സ്കിൽസ് ആണ് ഒരു അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ടത്? ടെക്നിക്കൽ സ്കിൽ, ഹ്യൂമൻ സ്കിൽ, കോൺസെപ്ച്വൽ സ്കിൽസ്. അടുത്തതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ എന്താണ് ശരിക്കും? നമ്മൾ ആദ്യം പറഞ്ഞത് ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓൾ അബൌട്ട് റണ്ണിങ് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ എ സ്മൂത്ത് മാനർ. എങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിപ്പിക്കണം? എങ്ങനെ വേണം? സ്മൂത്ത് മാനർ അല്ലെ, നല്ലൊരു രീതിയിൽ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിപ്പിക്കാൻ ഉള്ള ഒരു കഴിവ് വേണം നമ്മൾ. അങ്ങനെ പ്രവർത്തിപ്പിക്കുന്ന അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലെ. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓൾ അബൌട്ട് റണ്ണിങ് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ എ സ്മൂത്ത് മാനർ. ഒന്ന് അണ്ടർലൈൻ ചെയ്ത ആ സെന്റൻസ്. അപ്പൊ ഡാഷ് ഇട്ട് തരാം. ഡാഷ് ഈസ് ഓൾ അബൌട്ട് റണ്ണിങ് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ എ സ്മൂത്ത് മാനർ. എന്താ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? Although some role may involve direct patient care, many hospital administrators maintain little to no patient contact. എന്താണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ചില റോളുകളിൽ പേഷ്യന്റ് കെയർ അവര് ഉൾപ്പെടില്ല. അതായത് ഡയറക്റ്റ് അവര് പേഷ്യന്റിന് കെയർ ചെയ്യണ്ട. ചില റോളുകളിൽ നേരിട്ടുള്ള ഒരു പേഷ്യന്റ് കെയർ ഉൾപ്പെട്ടിരിക്കുമെങ്കിലും, അതായത് നമ്മുടെ പേഷ്യൻസുമായിട്ടൊക്കെ നല്ല രീതിയിൽ ഡീൽ ചെയ്യുകയോ കാര്യങ്ങളൊക്കെ വേണം. ആ നേരിട്ടുള്ള കെയറിൽ ഉൾപ്പെടാമെങ്കിലും പല അഡ്മിനിസ്ട്രേറ്റർമാരും എന്ത് ചെയ്യുന്നില്ല? ആ പേഷ്യന്റുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്നില്ല. പേഷ്യൻസുമായി വളരെ കുറഞ്ഞ സമ്പർക്കം മാത്രമേ ചെയ്യുന്നുള്ളൂ. അതായത് ഡയറക്റ്റ് പേഷ്യന്റുമായിട്ട് അധികം പേഷ്യന്റ് കെയറിൽ അവര് ഡയറക്റ്റ് ഇൻവോൾവ് അല്ല. അവര് മറ്റുള്ളവരെയും കൂടെ ആ പേഷ്യന്റ് കെയർ കൊടുക്കുക ചെയ്യുന്നത് ശരിക്കും അല്ലെ. അതിന് വേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളും, ഇപ്പൊ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ട കാര്യങ്ങള് ഇതെല്ലാം ചെയ്ത് കൊടുക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ തന്നെയാണ്. ഡയറക്റ്റ് പേഷ്യന്റ് കെയറിൽ അവർ നേരിട്ട് ഇൻവോൾവ് അല്ലെങ്കിലും പേഷ്യന്റ് കെയർ വരുന്നുണ്ട്. ചില റോളുകളിൽ നേരിട്ടുള്ള പേഷ്യന്റ് കെയർ ഉൾപ്പെടാമെങ്കിലും പല അഡ്മിനിസ്ട്രേറ്റർമാരും എങ്ങനെ ചെയ്യുന്നില്ല? പേഷ്യൻസുമായിട്ട് വളരെ കുറഞ്ഞൊരു സമ്പർക്കമേ പുലർത്തുന്നുള്ളൂ. അഡ്മിനിസ്ട്രേറ്റർ മെയിൻറ്റെയിൻ ലിറ്റിൽ ടു നോ പേഷ്യന്റ് കോണ്ടാക്ട്. അതായത് ഡയറക്റ്റ് പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സമ്പർക്കം അവർക്ക് വളരെ കുറച്ചേ പുലർത്തുന്നുള്ളൂ. They have a variety of
variety of responsibilities like managing finance, ensuring the department meets regulatory needs and hearing high quality staff. Full stop ആണ് ട്ടോ. അപ്പൊ അവർക്കിടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി അവിടെ പറഞ്ഞേക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്താ? ലൈക്ക് മാനേജിങ് ഫിനാൻസ്, അണ്ടർലൈൻ ചെയ്തോട്ടോ. ഫിനാൻസ് മാനേജ് ചെയ്യുക, സാമ്പത്തികമായ കാര്യങ്ങൾ മാനേജ് ചെയ്യുക. എൻഷുറിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് മീൻസ് റെഗുലേറ്ററി നീഡ്സ്. കണ്ടോ, ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യങ്ങള്, നിയന്ത്രണ ആവശ്യങ്ങള്, ഇതെല്ലാം ഉറപ്പുവരുത്തുക, എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. ആൻഡ് ഹിയറിംഗ് ഹൈ ക്വാളിറ്റി സ്റ്റാഫിനെ നിയമിക്കുക. അത് മൂന്നുമാണ് ആ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ വന്നത്. ബാക്കി നമുക്ക് അടുത്ത് നോക്കാം കേട്ടോ. ഞാൻ ആ ഒരു പാരഗ്രാഫ് ഒന്നുകൂടി പറയാം. ആ സ്കിൽസ് വരെ എല്ലാവരും ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, ടെക്നിക്കൽ, ഹ്യൂമൻ സ്കിൽ, കോൺസെപ്റ്റൽ സ്കിൽസ്, അത് 3 സ്കിൽസ് വരെ എല്ലാവരും ഒന്ന് വായിച്ചു വെച്ചേക്കാം. ബാക്കി ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി അത് നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ, ബൈ.